അതുകൊണ്ട് ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് എന്താണ് ബിദ്അത്ത് എന്നാണ് പറയാം. ആ ബിദ്അത്ത് ചെയ്താൽ അത് വമ്പിച്ച നഷ്ടമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന. ശരിക്കും ആലോചിച്ചോളൂ, മനസ്സിരുത്തി കേട്ടോളി. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആരെങ്കിലും പുതിയൊരു കാര്യം ഉണ്ടാക്കിയാൽ, നബിദിനാഘോഷം പുതിയതാണെന്ന് നമുക്ക് തർക്കമില്ലല്ലോ, ഒരു തെളിവും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അടുത്തേലും പറയാനുള്ള ചില തെളിവിന്റെ കോലം ഞാൻ പറഞ്ഞു തന്നു, 3-4 ഞാൻ പറഞ്ഞു. ഞവും പറഞ്ഞോളി, അപ്പുറം യവും പറഞ്ഞോളി. ഒരു തെളിവില്ല, ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ആ വയല് കേട്ടത് സംഘടിപ്പിച്ച കാരണന്മാർക്കും സഹോദരന്മാർക്കൊക്കെ എത്ര പൂതിണ്ടാവും. ഒരു തെളിവെങ്കിലും നബിദിനാഘോഷം ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞില്ലല്ലോ, പറയാൻ കഴിയൂലല്ലോ. ഞാൻ കുറ്റപ്പെടുത്തല്ല, തെളിവില്ല, അതുകൊണ്ടാണ്. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, നല്ലതല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ദീനിൽ പുതിയത് ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് ഏൽപ്പിച്ച റിസാലത്ത്, ഈ ദൗത്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചുമതലയുണ്ട്. അതിൽ വഞ്ചന കാണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വാദിക്കുന്നത്. കാരണം എന്താ പറയുക, എല്ലാം നല്ലതും പഠിപ്പിക്കാൻ നമുക്ക് ഇവിടെ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇങ്ങനെ ഒരു നല്ലതുണ്ടായിട്ടേ, ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമുള്ള രാവ് ഇവിടെ ഉണ്ടായിട്ടേ അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ ചില്ലറ, ആ വാക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് ഏൽപ്പിച്ച ജോലി, ആ ഡ്യൂട്ടി, ആ ദൗത്യം, ആ മിഷൻ അവിടുന്ന് പൂർത്തീകരിച്ചിട്ടില്ല എന്നോ ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ വാദിക്കുന്നത് അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അദ്ദേഹം പറയാണ്, കാരണം അല്ലാഹ് പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നു അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഫമാ ലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനുൽ യൗമ ദീന. അതുകൊണ്ട് അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനാവൂല. അന്ന് ദീനാണോ നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കൽ അന്ന് ദീനാണല്ലോ, ഞാൻ പറഞ്ഞിരുന്നു അന്നെ. അന്ന് ദീന, ഇന്നും ദീനാണ്. അവിടുത്തെ മേൽ സ്വലാത്ത് അന്ന് ദീനാണ്, ഇന്നും ദീനാണ്. അവിടുത്തെ ജന്മദിനം ആഘോഷിക്കൽ അന്ന് ദീനല്ല, ഇന്നും ദീനല്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കൽ, എല്ലാ അമ്പിയാക്കളെ സ്നേഹിക്കൽ അന്ന് ദീനാണ്, ഇന്നും ദീനാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കൽ അന്ന് ദീനല്ല, ഇന്നും ദീനല്ലല്ലോ, നമ്മൾ ആഘോഷിക്കുന്നില്ലല്ലോ. ഇത്ര ക്ലിയർ ആയൊരു കാര്യം ഉൾക്കൊണ്ടുകൂടെ നമുക്ക് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ആ ആഘോഷം നടത്തിയ, അതിൽ പങ്കെടുത്ത, പിരിവ് കൊടുത്ത, സഹകരിച്ച സഹോദരങ്ങൾ കേൾക്കുന്നെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, പ്രിയമുള്ളവരെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ബിദ്അത്തിനാണ് നിന്നുകൊടുത്തത്, സഹകരിച്ചത്. നിങ്ങൾ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ഏതിച്ചു മടങ്ങി, റബ്ബേ ഞാൻ നാടിൻ്റെ സാഹചര്യം കൊണ്ട്, ജീവിച്ചൊരു പരിസരം കൊണ്ട് അങ്ങനെ പോയി കൊടുത്തതാണ്. ഇപ്പോഴാണ് ബോധ്യമായത്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. ഹിജ്റ 300 വരെ ഈ ഭൂമിയിൽ ആ പരിപാടി ഇല്ല. പിൽക്കാലത്തുണ്ടായ പുത്തനാശയമാണെന്ന് അല്ലാഹ് എനിക്കിപ്പോഴാണ് ബോധ്യമായത്. നീ മാപ്പാക്കണേ റഹ്മാനെ എന്ന് മനസ്സറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് ശുദ്ധിയാക്കണം ആ ബിദ്അത്തിൽ പങ്കാളിയായതിന് എന്ന് സ്നേഹത്തോടെ ഉണർത്തണം. ഒരു വാശിക്കല്ല, കക്ഷി വൈരാഗ്യത്തിനല്ല, സ്നേഹത്തോടെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ദീൻ, ആ ദീനിന് എതിര് നമ്മൾ ചെയ്യരുത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറാ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നതാണ് സത്യം എന്ന് ബോധ്യായി. നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ ബോധ്യായി. എന്നാലും വീട്ടുകാരങ്ങനല്ലേ, നാട്ടുകാരങ്ങനല്ലേ, നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാർ അങ്ങനല്ലേ, പല ന്യായം പറഞ്ഞേക്കും. അങ്ങനൊന്നും നിൽക്കണ്ട. സത്യം ബോധ്യമായിട്ടും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും എതിർ പ്രവർത്തിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന വഴിയിൽ നമ്മൾ വിടും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, അവസാന നരകത്തിൽ കത്തിയിരിക്കും. വസാഅത്ത് മസ്വീറ, അതത്ര മോശമായ സങ്കേതമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, ഈ ലോകത്തെ വാശിയും കക്ഷി വൈരാഗ്യവും വക്കാണൊക്കെ തീർന്ന് നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്, പരലോകത്തെത്തേണ്ടവരാണ്. അവിടെ നമുക്ക് തുണയുള്ളത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ കർമ്മങ്ങളാണ്. അതെങ്ങനെയെങ്കിലും പുഴുക്കുത്തുണ്ടായി പോയാൽ അതവിടെ ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, നഷ്ടമായിരിക്കും, കനത്ത നഷ്ടമായിരിക്കും. ഈ ദുനിയാവിലേക്കൊന്ന് തിരിച്ച് വന്ന് ചെയ്യാൻ ഒരു ചാൻസിന് കൊതിച്ചു പോകും. തരില്ല റബ്ബ്.
തരില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യുക. വേറെ കക്ഷി വൈരാഗ്യമോ മറ്റൊന്നുമല്ല, അത് ക്ലിയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആ നിലക്ക് ദീന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖിന് അല്ലാഹുവോട് ദുആ ചെയ്യുക. ഈ ശബ്ദം കേൾക്കുന്ന മുജാഹിദുകളല്ലാത്ത സഹോദരങ്ങളോട് സ്നേഹത്തോട് ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ഹഖൊന്ന് ബോധ്യമാക്കി തരണം റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ റഹ്മാനായ റബ്ബിനോട് അതിൻ്റെ ഹഖ് ബോധ്യപ്പെട്ട് കിട്ടാൻ ആത്മാർത്ഥമായി ദുആ ചെയ്ത് നന്നാകണമെന്ന ബോധത്തോടെ അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും വിജയിക്കുന്ന വിജയികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.